ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ട്യൂട്ടോറിയൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പൈത്തണും പൈച്ചാമും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നോക്കി. ഓക്കെ, ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സുകൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടെർമിനൽ, അതായത് വിൻഡോസിലെ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ വിൻഡോസിൽ പോയി സെർച്ച് ചെയ്തെടുക്കുന്നതും ഈ പൈച്ചാമിൽ താഴെ ടെർമിനൽ എന്ന ഓപ്ഷൻ ഉണ്ട്, റണ്ണ് ടെർമിനൽ. ഇവിടെ ടെർമിനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഈ ടെർമിനലും നിങ്ങൾക്ക് കിട്ടുന്ന കമാൻഡ് പ്രോംപ്റ്റും രണ്ടും സെയിം ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, ഇവിടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇവിടെ ഒരു VENV ആയിരിക്കും. അതായത് പൈച്ചാം തന്നെ ഒരു വെർച്വൽ എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കേസിലൊരു ബേസ് എൻവയറമെൻറ്റും ഉണ്ട്. അത് നിങ്ങൾക്കുണ്ടാവില്ല. അത് ഞാൻ അനാക്കോണ്ട എന്ന് പറഞ്ഞൊരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ എൻവയറമെൻറ്റിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ബോധരാകേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഇടാം. ഇപ്പോൾ പൈച്ചാമിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം റണ്ണാവുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇൻ്റർപ്രെറ്റർ സെറ്റ് ചെയ്യാൻ ഇവിടെ മെസ്സേജ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇതിലെ സെറ്റിങ്സ് നോക്കരുത്. നിങ്ങളുടെ മുകളിൽ ഫയലായിരിക്കും. ഫയലിൽ സെറ്റിങ്സ് എടുക്കുമ്പോൾ പുതിയൊരു വിൻഡോ വരും. ഈ സെറ്റിങ്സിൽ നിങ്ങളുടെ ഇവിടെ എൻ്റെ പ്രൊജക്റ്റ് മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രൊജക്റ്റ് ഇൻ്റർപ്രെറ്റർ കാണും. ആ പ്രൊജക്റ്റ് ഇൻ്റർപ്രെറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ പ്രൊജക്റ്റ് ഇൻ്റർപ്രെറ്റർ, അതായത് പൈത്തൺ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പൈത്തൺ 3.6ൻ്റെ പാത്ത് ഇവിടെ കൊടുത്തിരിക്കണം. അപ്പോൾ എൻ്റെ കേസിൽ ഇവിടെ പാത്ത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഷോൾ കൊടുക്കുക. ഷോളിൽ നിങ്ങൾക്കുള്ളതെല്ലാം ലിസ്റ്റ് ചെയ്യും. ദെൻ താഴെ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങൾ പൈച്ചാം ഇൻ്റർപ്രെറ്ററുമായി കണക്ട് ചെയ്യുക. ഇവിടെ സിസ്റ്റം ഇൻ്റർപ്രെറ്റർ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലെ പൈത്തൻ്റെ പാത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ പൈത്തണിൽ ആദ്യം ഒരു ടിക്ക് കൊടുത്തില്ലേ, ആ പാത്തും ഈ പാത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഈ പാത്ത് പൈത്തൺ 3.6 എന്നുള്ള പാത്ത് കണക്റ്റായാൽ നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ പാക്കേജസും അവൈലബിൾ ആണ്. പാക്കേജസ് എന്ന് ഞാൻ പിന്നീട് പറയാം. പല എൻവയറമെൻറ്റ്, വെർച്വൽ എൻവയറമെൻറ്റ്, കോണ്ട എൻവയറമെൻറ്റ്, സിസ്റ്റം ഇൻ്റർപ്രെറ്ററാണ് നമ്മുടെ പൈത്തൻ്റെ, അതായത് നമ്മുടെ പൈച്ചാം വർക്ക് ചെയ്യാനുള്ള പൈത്തൻ്റെ പാത്ത്. പൈച്ചാമിന് ഇൻബിൽറ്റായിട്ട് പൈത്തൺ എന്തെന്ന് അറിയില്ല. നമ്മൾ പൈത്തൺ ഓൾറെഡി നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റാൾ ചെയ്ത പൈത്തൻ്റെ പാത്ത് പൈച്ചാമിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് ആ പൈച്ചാം റണ്ണിങ് ടൈമിൽ ഈ പൈത്തനെ ഇൻ്റർപ്രെറ്ററിനെ കോൾ ചെയ്ത് റൺ ചെയ്യുള്ളൂ. ഇവിടെ സെറ്റ് ചെയ്യുക, ജസ്റ്റ് ഓക്കെ അടിക്കുക. പൈത്തൺ 3.6 പുതിയ ഭാഗത്തുനിന്ന്. ഇൻ കേസ് ഇത് കിട്ടാത്തവർക്ക് മാത്രം മതി. എൻ്റെ കേസിലൊന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട് ഓക്കെ, പാക്കേജ് ഇങ്ങനെ തന്നെ കാണിക്കുന്നു. ഇനി നമുക്ക് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ രണ്ട് പാക്കേജസ് ഉണ്ട്. പൈത്തൺ പാക്കേജസ് എന്ന് പറയുന്നത് രണ്ട് പാക്കേജസ്, ഒന്ന് പിപ്പും രണ്ട് സെറ്റപ്പ് ടൂളും. ഈ രണ്ട് പാക്കേജും ഇൻബിൽറ്റായിട്ട് നമ്മുടെ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് വരുന്ന രണ്ട് പാക്കേജസ് ആണ്. ഓക്കെ, ഇത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അപ്ലൈ കൊടുത്താൽ അപ്ലൈയോ, ദെൻ അപ്ലൈ ചെയ്യുക. എൻ്റെ കേസിൽ നമുക്ക് രണ്ട് രീതിയിൽ, എൻ്റെ കേസിൽ ഞാനിത് യൂസ് ചെയ്യുന്നില്ല. എൻ്റെ രണ്ട് രീതിയിൽ നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാം. ഒരു പൈത്തൺ പ്രോഗ്രാം റൺ ചെയ്യാൻ ഒന്നെങ്കിൽ ഇൻ്റർപ്രെറ്റർ ഡയറക്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ പ്ലേ ബട്ടൺ അടിച്ച്, അതായത് റൺ ബട്ടൺ അടിച്ച് നമ്മുടെ പൈത്തൺ റൺ ചെയ്യാം. മറ്റൊരു രീതിയിൽ നമുക്ക് റൺ ചെയ്യാം. അതാണ് നമ്മളിപ്പോൾ ജാങ്കോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താലാണ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ടെർമിനൽ ഓപ്പൺ ചെയ്ത് തൊട്ട് താഴെ ഈ ടെർമിനലിനൊരു പ്രത്യേകതയുണ്ട്. ഈ ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ ഫോൾഡർ എവിടെയാണോ ഉള്ളത് ആ പാത്തായിരിക്കും. നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഈ ടെർമിനൽ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വെറുതെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ CMD വെറുതെ എടുക്കുമ്പോൾ ഇവിടെ ഒരു പാത്ത് കാണും. ഈ പാത്താണ് ഏത് പാത്തിലാണ് നമ്മുടെ ടെർമിനൽ ഓപ്പൺ ആയേക്കുന്നതെന്ന് കാണിക്കുന്നത്. കുറച്ച് കമാൻഡ്സ് ഉണ്ട്. DIR, അത് ഡയറക്ടറി ലിസ്റ്റ് ചെയ്യാൻ. എൻ്റെ കേസിൽ LS ആണ്. CD for ചേഞ്ച് ഡയറക്ടറി. ജസ്റ്റ് ഒന്ന് ശേഷം ഫസ്റ്റ് .py പൈത്തൺ സ്പേസ് ഫസ്റ്റ് .py such a file or directory.
സോറി, ഞാൻ സ്പെല്ലിങ് തെറ്റിപ്പോയി. അതാണ് ഫസ്റ്റ് ഡോട്ട് പി കണ്ടോ, സെയിം ആൻസർ തന്നെ എനിക്ക് കിട്ടി. ഹായ് എന്നുള്ളത് പ്രിൻ്റായി. ഡയറക്റ്റ് ഇവിടെ റൺ ചെയ്തിരുന്നെങ്കിലും ഹായ് പ്രിൻ്റ് ചെയ്യുമായിരുന്നു. അത് റൺ കൺസോളിൽ ഹായ് പ്രിൻ്റ് ചെയ്തു. അതിൽ പകരം ഞാൻ ടെർമിനൽ എടുത്ത് പൈത്തൺ സ്പേസ് ഫസ്റ്റ് ഡോട്ട് പി വൈന്ന് റൺ ചെയ്തപ്പോഴും എനിക്ക് സെയിം റിസൾട്ട് കിട്ടി. നമ്മൾ ജാങ്കോ റൺ ചെയ്യാൻ നേരത്തെ ഈ ഒരു മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെർമിനൽ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് പൈത്തൺ ജാങ്കോ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഈ ഫസ്റ്റ് ഡോട്ട് പി വൈ കുറച്ച് നോ സച്ച് എ ഫയൽ ഓർ ഡയറക്ടറി എന്നൊരു എറർ വന്നില്ല എനിക്ക്, എറർ 2. കാരണം ഞാൻ അടിച്ച ഫസ്റ്റിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയി. അതായത് നമ്മളിവിടെ നിന്നുകൊണ്ട് ആ ഫയൽ നെയിം അടിക്കുമ്പോൾ മസ്റ്റായിട്ടും ആ പേരിലുള്ള ഫയൽ ഈ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന ഫോൾഡറിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ കേസിൽ ഈ സ്പെല്ലിങ് മാറിയപ്പോൾ അങ്ങനൊരു ഫയൽ ഈ മൈ ഫസ്റ്റ് പ്രോഗ്രാമിൽ മിസ്സിങ്. അതുകൊണ്ടാണ് അങ്ങനൊരു ഡയറക്ടറി ഇല്ല എന്ന് പറഞ്ഞത്. നമ്മുടെ കേസിൽ ഫസ്റ്റ് പൈത്തൺ സ്പേസ് ഇവിടെയുള്ള ഏത് ഫയലിനെയും നമുക്കിങ്ങനെ റൺ ചെയ്യാൻ കഴിയും. പിന്നെയുള്ളതാണ് നമുക്ക് ഈ പൈത്തണിൽ നമുക്ക് ജാങ്കോ ഫ്രെയിംവർക്ക് ചെയ്യണമെങ്കിൽ ജാങ്കോ എന്ന പാക്കേജിനെ നമുക്കിതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് ഇതിനകത്ത് ഒരു പാക്കേജസും ഇല്ല. ആകെയുള്ള 2 പാക്കേജ്, ഒന്ന് പിപ്പ്, 2 സെറ്റബിൾ. പിപ്പ് എന്ന കമാൻഡ് അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് കാണാൻ പറ്റും. അതൊരു കമാൻഡാണ്. പിപ്പ് ഉപയോഗിച്ച് പൈത്തൻ്റെ പാക്കേജസിനെ മാനേജ് ചെയ്യാൻ കഴിയും. ഡൗൺലോഡ് പാക്കേജ്, ഇൻസ്റ്റാൾ കൊടുത്താൽ ഇൻസ്റ്റാൾഡ് പാക്കേജ്, അൺഇൻസ്റ്റാൾ കൊടുത്താൽ അൺഇൻസ്റ്റാൾഡ് പാക്കേജ്, ഫ്രീസ് കൊടുത്താൽ ഫ്രീസ്, ലിസ്റ്റ് ഷോയെ പിപ്പ് ഷോ കൊടുത്താൽ നമുക്ക് പിപ്പിൻ്റെ പേര് കൊടുത്താൽ ജാങ്കോ ഒരു പാക്കേജാണ്. അങ്ങനെ ഒരു പാക്കേജ് കാണുന്നില്ല. എൻ്റെ കയ്യിൽ വേറെ കുറച്ച് എററുണ്ട്, അത് വിട്ടേക്ക്. എന്തെങ്കിലും പാക്കേജ് കാണുന്നു. ജാങ്കോ എന്ന പാക്കേജ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജാങ്കോയെ നമ്മുടെ പൈത്തണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ പിപ്പ് പൈത്തൺ പാക്കേജ് മാനേജറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പാക്കേജസും വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് പിപ്പ് സ്പേസ് നമുക്ക് വേണ്ട ജാങ്കോയാണ്. വെറും ജാങ്കോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ജാങ്കോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 3 വേർഷൻ ഇൻസ്റ്റാൾ ആവും. നമുക്കൊരു 2 മതി. ജാങ്കോ ഈക്വൽ ടു 2 എന്നടിക്കുക. എല്ലാത്തിനെയും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫോർമാറ്റ് ഇതായിരിക്കില്ല. ചിലപ്പോൾ ഇൻസ്റ്റാൾ ജാങ്കോ -പൈത്തൺ സംതിങ് അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക ഹൗ ടു ഇൻസ്റ്റാൾ ജാങ്കോ യൂസിങ് പിപ്പ്. ഓക്കെ, പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ 2 കൊടുക്കുക. അപ്പോൾ ജാങ്കോ 2 നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ആവും. ജസ്റ്റ് നമ്മുടെ നെറ്റിൽ നിന്ന് കളക്റ്റിംഗ് ജാങ്കോ. ഈ ഒരു എറർ നിങ്ങൾ നോക്കണ്ട, അതെൻ്റെ ഒരു പാക്കേജസിൻ്റെ ഓൾറെഡി ഉള്ളൊരു പാക്കേജസിൻ്റെ ഒരു ഫോൾഡർ ഡിലീറ്റ് മിസ്സിങ് ആയിപ്പോയതിൻ്റെ എറർ കാണിക്കുകയാണ്. അത് വിഷയമുള്ളതല്ല. ഇവിടെ കണ്ടോ, ഇൻസ്റ്റാളിങ് കളക്റ്റഡ് പാക്കേജ് ജാങ്കോ, അറ്റംപ്റ്റിംഗ് ടു അൺഇൻസ്റ്റാൾ ജാങ്കോ. ഓൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ വേറൊരു പാക്കേജ് ഉണ്ടായിരുന്നെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ കൊടുത്ത വേർഷൻ ഇൻസ്റ്റാൾ ആവും. ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കേസിൽ ഒന്നും കാണിക്കില്ല. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു പഴയ വെർഷൻ കിടപ്പുണ്ടെന്ന് തോന്നുന്നു, അതാണ് അങ്ങനെ കാണിച്ചത്. സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ജാങ്കോ 2. ഓക്കെ, എൻ്റെ കയ്യിൽ ഓൾറെഡി ജാങ്കോ 2.something കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ജാങ്കോ 2 ആണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഇൻസ്റ്റാൾ ആയാലും ഇപ്പോൾ നമുക്കത് മാറ്റി 2. ഇത് ചെയ്യണമെന്നിരിക്കട്ടെ. ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല. ജാങ്കോ 2.1.7 വേറൊരു വേർഷൻ. കളക്റ്റിംഗ് ജാങ്കോ, അൺഇൻസ്റ്റാളിങ് ജാങ്കോ 2 അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സക്സസ്ഫുള്ളി അൺഇൻസ്റ്റാൾഡ് ജാങ്കോ 2. കുറച്ച് മുമ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ജാങ്കോ 2 അൺഇൻസ്റ്റാൾ ചെയ്തു. ദെൻ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് 2.1.7. നിങ്ങളും ഈ ഒരു ജാങ്കോ 2.1.7 ഏതായാലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ജാങ്കോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു.
ഇതിലെന്തൊരു ശരി എറർ വരുന്നുണ്ട്, നിങ്ങളിലത് വർക്ക് ചെയ്യണമെന്ന് നോക്കിയാൽ. ഓക്കെ, ഇനി ജാങ്കോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ പൈത്തൻ്റെ ഷെല്ല് ഓപ്പൺ ചെയ്ത് നോക്കാം. പൈത്തൺ ഓപ്പൺ ആയി. നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് സാധാരണ എടുക്കുന്നതിന് നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ട്